ബ്രിട്ടീഷ് എയർഫോഴ്സിന്റെ ആസ്ഥാനത്തേക്ക് പലസ്തീൻ അനുകൂലികളായ ചിലർ ചെല്ലുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, വിമാനത്തിന് കേടുപാടുകൾ വരുത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? സിനു പറഞ്ഞ പോലെയല്ല, ഇതൊരു ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ വാർത്ത സംഭവിച്ചിട്ട് ഇത് നടന്നിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ബ്രിട്ടൻ്റെ ബ്രൈസ് നോർട്ടൺ എയർബേസ്, അത് ഓക്സ്ഫോർഡ്ഷൈർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ ആസ്ഥാനമാണ്. അവിടുത്തെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ ഒരു വിമാനമാണ് F-35 നമ്മുടെ വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്ത് വന്ന് കിടക്കുന്നത്. അത് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ അത് അവിടെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ഈ പലസ്തീൻ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ ഈ എയർഫോഴ്സിലേക്ക് എരച്ചു കയറി. എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക്, ബേസിലേക്ക്, വ്യോമതാവളം അങ്ങനെ പറയണം, വ്യോമതാവളത്തിലേക്ക് പലസ്തീൻ അനുകൂലികളായ പലസ്തീൻ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു സംഘം അതിക്രമിച്ച് കയറി. അവിടെ പാർക്ക് ചെയ്തിരുന്ന വിമാനം, അതായത് ഒരു ട്രാൻസ്പോർട്ട് റീഫ്യൂവലിംഗ് വിമാനം അവിടെ ഉണ്ടായിരുന്നു. അത് ട്രാൻസ്പോർട്ട് ആൻഡ് റീഫ്യൂവലിംഗ് വിമാനം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിമാനത്തിൻ്റെ എയർ ഇൻടേക്ക് അടിച്ചു തകർത്തു. എന്നിട്ട് വിമാനത്തിന് മുഴുവൻ ചുവന്ന പെയിൻ്റ് അടിച്ചു. എന്നിട്ട് പലസ്തീൻ അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചു. ബ്രിട്ടൻ ഇറാനെ ആക്രമിക്കാനും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ നൽകുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം. പരോക്ഷ പിന്തുണയായിരുന്നു, ഇപ്പോൾ പ്രത്യക്ഷ പിന്തുണയായിരിക്കുന്നു. അത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിക്കുകയും വിമാനം തകർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് വലിയ ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. കാരണം ഒരു എയർഫോഴ്സ് ബേസാണ്, റോയൽ എയർഫോഴ്സിൻ്റെ, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ എയർഫോഴ്സ് താവളത്തിൽ, വ്യോമസേനാ താവളത്തിലേക്ക്, ഹൈ സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ അതിനകത്ത് റോയിട്ടേഴ്സൊക്കെ പറയുന്നത് വലിയ സർവൈലൻസ് ക്യാമറകൾ, വലിയ ഭിത്തികൾ, ഭിത്തിക്ക് മുകളിൽ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കൊച്ചി നേവൽ ബേസിൽ പോകാൻ അറിയാം അല്ലേ, വലിയ മതിൽക്കെട്ട്, മതിലിൻ്റെ മുകളിൽ മുള്ളുവേലി. ഈ മുള്ളുവേലിയിൽ വൈദ്യുതി കടത്തിവിടുന്നുണ്ടെന്ന് വരെ ചിലയിടത്തൊക്കെ അങ്ങനെ കടത്തിവിടുന്നുണ്ട്. ഇവിടെയുണ്ട്, കൊച്ചിയിലുണ്ടോയെന്ന് അറിയില്ല. അതുകൂടാതെ കാവൽമാടങ്ങളിൽ റൈഫിൾ എന്തിയ മെഷീൻ ഗണ്ണുമായിട്ടുള്ള സൈനികർ കാവൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ എറണാകുളത്ത് നേവൽ ബേസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. കാവൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിക്രമിച്ച് നടത്തിയാൽ മുന്നറിയിപ്പില്ലാതെ വെടിവെക്കും. അത് ആകാശത്തേക്ക് വെടിയൊന്നുമില്ല, നേരിട്ട് വെടിവെക്കത്തേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ എറണാകുളത്തുള്ള നേവൽ ബേസിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം. അങ്ങനെ അത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ബ്രിട്ടനിൽ അവരുടെ എയർഫോഴ്സ് ബേസിനുമുള്ള. അത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ താവളത്തിലേക്ക്, ബേസിലേക്ക് അതിക്രമിച്ച് കടന്നു എന്ന് മാത്രമല്ല, വിമാനത്തിൻ്റെ എയർ ഇൻടേക്ക് അടിച്ചു തകർത്ത് അതിൽ പെയിൻ്റ് അടിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് കാലം മുമ്പ് ഈ കൊച്ചി മെട്രോയുടെ ട്രെയിനുകളിൽ കയറിയിട്ട് ഗ്രാഫിറ്റി വരച്ചു വെച്ചു. ആരാന്ന് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെ ഗ്രാഫിറ്റി വരയ്ക്കുന്ന ഒരു സംഘമുണ്ട്. പക്ഷേ ഇതിന് ആ ഗ്രാഫിറ്റി വരച്ച് വെക്കുന്ന സ്വഭാവം അല്ല, അങ്ങനെ തള്ളിക്കളയാൻ പറ്റും. കാരണം എയർഫോഴ്സ് താവളത്തിലേക്ക് അതിക്രമിച്ച് കടന്നു, അത് സുരക്ഷാ വീഴ്ച. രണ്ടാമത് വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇരുമ്പ് കമ്പികൾ കൊണ്ട് അടിച്ചു തകർത്തു. എന്നിട്ട് ചുവന്ന പെയിൻ്റ് അടിച്ചു. എന്നിട്ട് ഇവർ ആവശ്യപ്പെടുന്നത് ബ്രിട്ടൻ അമേരിക്കയുടെ കൂടെ നിന്ന് ഇസ്രായേലിനെ സഹായിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുന്ന ആരാണ്? സ്വാഭാവികമായും മുസ്ലിമുകളാണ്. അപ്പോൾ ബ്രിട്ടനിൽ കുറച്ച് നാളായി നടക്കുന്ന ചില കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്. ഒരു ബ്രിട്ടീഷ് പോലീസുകാരൻ അവിടെ നിന്ന് ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യുന്നു. അതിന് പറയണം, അങ്ങനെയാണ് മറ്റുള്ളവർക്ക്, മറ്റിവിടെ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം, അതുപോലെ അറസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. ബ്രിട്ടൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിൾ തൊട്ടാണ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ നിർണായക സ്വാധീനം ബ്രിട്ടീഷ് സർക്കാരിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ബ്രിട്ടനിലെ 17 മേയർമാർ ഇപ്പോൾ പാകിസ്ഥാനിൽ ജനിച്ച മുസ്ലിമുകളാണ്. ബ്രിട്ടൻ അതിവേഗം ഇസ്ലാം വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന JD വാൻസ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പറഞ്ഞു, ബ്രിട്ടൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ലോകത്ത് ഇസ്ലാമിക ബോംബുള്ള ആദ്യത്തെ രാജ്യമായി, ന്യൂക്ലിയർ ബോംബുള്ള ആദ്യത്തെ രാജ്യമായി ബ്രിട്ടൻ മാറുമെന്ന്. അപ്പോൾ അതിനകത്തൊരു സംശയം വന്നിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ബോംബ് എന്നുള്ളത്, പാകിസ്ഥാൻ്റെ ബോംബ് അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്ന ബോംബാണെന്നുള്ള തിയറി അതിശക്തമാണ്. ഇത് JD വാൻസ് അത് വെച്ചിട്ടായിരിക്കാം പറഞ്ഞത് ബ്രിട്ടൻ ഇസ്ലാമിക ആണവ ബോംബുള്ള ആദ്യത്തെ രാജ്യമായി മാറുക. കാരണം അവർക്ക് ഓൾറെഡി ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് ബ്രിട്ടന്. പക്ഷേ ബ്രിട്ടൻ അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുക. എങ്ങനെ മാറിയിരിക്കുന്നു? ബ്രിട്ടൻ അവിടെ വന്നു ചേരുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള
പിന്തുണ കൊടുത്ത് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുന്നു, പൗരത്വം കൊടുക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരുപാട് ബ്രിട്ടീഷുകാരില്ലാതാവുകയും അഭയാർത്ഥികളായി നുഴഞ്ഞുകയറ്റക്കാരായി വന്നവർ അത് മുസ്ലിങ്ങളാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. 10 കോടി റോഹിംഗ്യൻസും ബംഗ്ലാദേശികളും ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവരുടെ ഒരു പ്ലാനാണെന്ന് തോന്നുന്നു, ലോകത്തേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ട് ആ രാജ്യത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമായി മാറി അത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നൊരു ശ്രമമുണ്ട്. അപ്പോൾ എക്കാലത്തും അമേരിക്കയുടെ നിഴൽ പോലെ പ്രവർത്തിക്കുകയും അമേരിക്ക എടുക്കുന്ന എല്ലാ നിലപാടുകൾക്കും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രിട്ടൻ്റെ വിമാനവാഹിനികളുമൊക്കെ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം പ്രമാണിച്ച് ഇസ്രയേലിന് ആവശ്യം വന്നാൽ പിന്തുണ കൊടുക്കാൻ അമേരിക്കയുടെ ഒപ്പം ചേർന്ന് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ബ്രൈറ്റ് നോർട്ടൺ ബേസിനെ കുറിച്ച് പറയുന്നത് ഗാസയിലേക്കും ഒക്കെ പറക്കുന്ന, ഇസ്രയേലിലേക്ക് പറക്കുന്ന വിമാനങ്ങൾക്ക് റീഫ്യൂവൽ ചെയ്യുന്ന സ്ഥലമാണ് ഈ ബ്രൈറ്റ് നോർട്ടൺ ബേസ്. അമേരിക്കയിൽ നിന്നും ഒക്കെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഇടയ്ക്ക് ഇന്ധനം അടിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു ബേസ് കൂടിയാണ് ഈ എയർബേസ്. അതുകൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ തകർക്കപ്പെട്ട വിമാനം റീഫ്യൂവലിംഗ് വിമാനമാണ്. അതായത് ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങൾക്ക് ഇന്ധനം കൊടുക്കാനുള്ള സംവിധാനമുള്ള വിമാനമാണ് ഇത്. ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഇസ്രയേലിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതോ നേവൽ ബേസിലേക്കോ പറക്കാൻ തീരുമാനിച്ചിരുന്ന വിമാനമാണ് തകർക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ വിമാനത്തിന് പെയിൻ്റ് അടിച്ചു എന്നുള്ളത് മാത്രമല്ല, വിമാനത്തിൻ്റെ എയർ ഇൻടേക്ക് തകർന്നു എന്ന് പറഞ്ഞാൽ വിമാനം ഇനി അത്ര പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഈ ബ്രിട്ടീഷ് സർക്കാർ കാലങ്ങളായി അവിടെ ഈ ഗ്രൂമിങ് പരിപാടി ഉണ്ടായിരുന്നല്ലോ. ചെറിയ പെൺകുട്ടികളെ 25 ലക്ഷം പെൺകുട്ടികളെയാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അത് നുഴഞ്ഞു കയറിയ മുസ്ലിമുകൾ ബലാത്സംഗം ചെയ്തത്. ചെറിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തതും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു MP കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് വലിയ വിവാദമായിരുന്നു ബ്രിട്ടനിൽ. അപ്പോൾ ബ്രിട്ടനിൽ നുഴഞ്ഞു കയറിയ ആളുകൾ അവിടുത്തെ ഈ ജനങ്ങളുടെ വംശീയത എന്തിനാണ് റേപ്പ് ചെയ്തത്? റേപ്പ് എന്ന് പറയുന്ന ഒരു ആയുധമാണ്. കാരണം എന്നറിയോ, അങ്ങനെ റേപ്പ് ചെയ്ത് പ്രഗ്നൻസി ഉണ്ടായി കുട്ടികൾ ജനിച്ചാൽ അവർ പിന്നീട് മുസ്ലിംകളായിട്ട് വളരും. അല്ലെങ്കിൽ ഇവരുടെ അതൊരു വശം, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ ആത്മവിശ്വാസം ചെറുതിലേ തകർക്കുക. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടനിൽ ഈ ഗ്രൂമിങ് ഗ്യാങ്ങുകൾ, പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള ഗ്രൂമിങ് ഗ്യാങ്ങുകൾ വന്നിട്ട് ബ്രിട്ടീഷ് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന സംഭവം 10 വർഷത്തിനുള്ളിൽ 25 ലക്ഷം കേസുകൾ ഉണ്ടായെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബ്രിട്ടൻ വല്ലാത്ത മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക നീക്കം ഇറാനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയും അമേരിക്കയും UK അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കാൻ ഉള്ള പദ്ധതി ആവിഷ്കരിച്ച് സൈന്യത്തെ അങ്ങോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലസ്തീൻ ആക്ടിവിസ്റ്റുകൾ എയർഫോഴ്സ് താവളത്തിൽ കയറി എയർഫോഴ്സിൻ്റെ വിമാനം ആക്രമിക്കുകയും അത് പെയിൻറ് ചെയ്ത് കളർ മാറ്റിയത് അവരുടെ മെസ്സേജാണ്. പക്ഷേ ഞങ്ങളിങ്ങനെയൊക്കെ സമാധാനപരമായി ചെയ്യുകയാണ്, ഞങ്ങൾ കളർ അടിച്ചു എന്ന് പറഞ്ഞാൽ വേണം മനസ്സിലാക്കാം. പക്ഷേ വിമാനത്തിൻ്റെ എയർ ഇൻടേക്ക് തകർത്തതിനാണ്. പിന്നെ അതും സമാധാനമല്ലോ. ഉന്നത സുരക്ഷാ സംവിധാനമുള്ള ഒരു എയർ ബേസിലേക്ക് ഏതാനും അക്രമികൾക്ക് കടന്നു കയറാൻ പറ്റി, പെയിൻറ്റും മാരകായുധങ്ങളുമായി കടന്നു കയറാൻ പറ്റിയ പിന്നെ എന്ത് സുരക്ഷയാണുള്ളത് ബ്രിട്ടീഷ് എയർവേസിന്, റോയൽ എയർവേസിന്? വളരെ ഗൗരവമായി കാണുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ജനസംഖ്യയിൽ വല്ലാതെ ഈ പറഞ്ഞ മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന മുസ്ലിംകൾക്ക് ബ്രിട്ടനിലെ എല്ലാ സീറ്റുകളിലും സ്വാധീനമുണ്ട്. അവരാണ് ഇപ്പോൾ പോലീസിലും സൈന്യത്തിലും സർക്കാർ ഓഫീസുകളിലൊക്കെ നിർണായക സ്ഥാനത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ എയർബേസിന് വിമാനത്താവളത്തിന് കാവൽ നിന്ന ആളുകൾ മനഃപൂർവ്വം ഇവരകത്തോട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതി ഒരു സുരക്ഷാ വീഴ്ച വരുത്തിയിട്ടുണ്ടാകുമോ? ആലോചിക്കണ്ടേ? അതിനുള്ള സാധ്യത വളരെ വിപുലമാണ്. ലോകം ഞെട്ടലോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. ബ്രിട്ടൻ്റെ വ്യോമസേനാ താവളം പലസ്തീൻ അനുകൂലികളായ അക്രമികൾ അതിക്രമിച്ച് കയറി വിമാനം തകർത്തിരിക്കുന്നു എന്ന വാർത്ത അവിശ്വസനീയമാണ്. ഒരു എയർബേസിലേക്ക് കയറുക, അതും UK പോലൊരു രാജ്യത്തിൻ്റെ എയർബേസിലേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ഇസ്രായേലും ഇറാനും തമ്മിലൊരു സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ UK ഏതാണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ഒരു വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അതിൽ എതിർപ്പുള്ള ഇറാനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഈ ഗസയിലൊക്കെ അനുകൂല നിലപാടെടുക്കുന്ന പലസ്തീൻ അനുകൂല നിലപാടുകാരാണ് ഈ വന്നതെന്ന് വ്യക്തമാണ്. പിന്നെ പലസ്തീൻ അസോസിയേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ഇതിന് വലിയൊരു പങ്കുണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? പങ്കുണ്ട്. അതുകൊണ്ടാണല്ലോ പലസ്തീൻ അസോസിയേഷൻ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഈ പറയുന്ന ഇസ്രായേലിനെ
ഏതാണ്ട് പിന്തുണയ്ക്കുന്ന വിധത്തിലല്ല ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ്. അമേരിക്ക ഒരു നിലപാടെടുത്താൽ ആ നിലപാടിൻ്റെ കൂടെയാണ് ബ്രിട്ടൻ എന്നും നിന്നിട്ടുള്ളത്. മനസ്സിലായിട്ടില്ലേ? പ്രത്യക്ഷത്തിൽ തന്നെ അനുകൂലിച്ചു. ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഈ പിന്തുണയെ അങ്ങനെ അംഗീകരിക്കാത്തത്. പക്ഷേ UK വേറെ നിലപാടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക ഭൂരിപക്ഷം ഉണ്ടാക്കി അവിടെ വലിയ സമ്മർദ്ദ ഗ്രൂപ്പായി മാറിയിട്ടുണ്ടെങ്കിലും UK സർക്കാർ ഇസ്രായേൽ നയത്തിൽ അല്ലെങ്കിൽ സയനിസ്റ്റ് അനുകൂല നിലപാടിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നാളെ മാറുമോയെന്നറിയില്ല. ഏതായാലും ഇസ്രായേലിൻ്റെ ഈ യുദ്ധത്തിൽ പങ്കാളിയാവാൻ വേണ്ടി വന്നാൽ പങ്കാളിയാൻ അമേരിക്കൻ കപ്പൽപ്പട മാത്രമല്ല ബ്രിട്ടൻ്റെ നാവികസേനയും എയർക്രാഫ്റ്റ് കാരിയറും ഒക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ബ്രിട്ടൻ അതിനകത്ത് ഇടപെടരുത്, ബ്രിട്ടനകത്ത് തന്നെ സംഘർഷം ഉണ്ടാക്കുക, ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഈ നിലപാടെടുത്തിരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമായി. കാരണം ബ്രിട്ടൻ ഇങ്ങനെ വല്ലാതെ ഈ നുഴഞ്ഞുകയറ്റക്കാരാണ്, പാവങ്ങളാണ്, അവരോട് വന്നോട്ടെ, അവർക്കെല്ലാം അവകാശം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒട്ടകത്തിനെ കൂടാരത്തിൽ കയറ്റിയതുപോലെ ബ്രിട്ടൻ കുറേ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബ്രിട്ടൻ്റെ സൈനിക സന്നാഹം പോലും ബ്രിട്ടീഷുകാരായിട്ടുള്ള ഇവർ അഭയം കൊടുത്ത, ഇവർ വിസ കൊടുത്ത, ഇവരെ പൗരന്മാരായിട്ട് അംഗീകരിച്ച ആളുകൾ ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കുമെന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ബ്രിട്ടന് കിട്ടുന്ന ആദ്യത്തെ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.